ദി ഓപ്പൺ മൈക്കിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെയൊക്കെ വീടുകളിൽ വളർത്തുമൃഗങ്ങളുണ്ട്. ഒരു നായയോ പൂച്ചയോ ഒക്കെ നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് പലപ്പോഴും നമ്മളെ നക്കിയിട്ടോ ഉരസിയിട്ടൊക്കെ ആകാം. അതെ, തികച്ചും സാധാരണമായ ഒരു കാര്യം. ഒരു പ്രശ്നവും ഇല്ലെന്ന് നമ്മൾ കരുതുന്ന ഇത്തരമൊരു സ്നേഹപ്രകടനത്തിൽ നിന്ന് ഒരാളുടെ ജീവിതം തന്നെ കീഴ്മേൽ മറിയുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ സംഭവത്തിന്റെ തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ കഥയിലെ പ്രധാന വ്യക്തി മഞ്ജിത് സംഗ് എന്നു പേരുള്ള 56-കാരിയായ ഒരു സ്ത്രീയാണ്. ഇതൊരു സാധാരണ വാരാന്ത്യത്തിൽ, അതായത് ഒരു വീക്കെൻഡിൽ നടക്കുന്ന സംഭവമാണ്. അതെ, ശനിയാഴ്ച ദിവസം മഞ്ജിത്ത് തന്റെ വീട്ടിലെ വളർത്തുനായയോടൊപ്പം വളരെ സന്തോഷത്തോടെ സമയം ചെലവഴിക്കുന്നു, കളിക്കുന്നു. പിറ്റേന്ന് ഞായറാഴ്ച വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവർ പതിവ് പോലെ ജോലിക്ക് പോകുന്നു. എന്നാൽ ആ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞതോടെ അവർക്ക് ശരീരത്തിൽ ചെറിയൊരു ക്ഷീണവും അസ്വസ്ഥതയും അനുഭവപ്പെടാൻ തുടങ്ങി. ഒരു പക്ഷേ ജോലിഭാരം കൊണ്ടാകാം എന്നവർ കരുതിയിരിക്കാം. എന്നാൽ തിങ്കളാഴ്ച രാവിലെ കാര്യങ്ങൾ ആകെ മാറിമറിഞ്ഞു. നോക്കുമ്പോൾ അവർക്ക് തീരെ ബോധമുണ്ടായിരുന്നില്ല. തികച്ചും അൺകോൺഷ്യസ് ആയ ഒരവസ്ഥ. അതെ, അവരുടെ പാദങ്ങൾ തണുത്തുറഞ്ഞ നിലയിലായിരുന്നു, ചുണ്ടുകൾ നീലനിറമായി മാറിയിരുന്നു, കൂടാതെ ശ്വാസമെടുക്കാൻ അവർ വല്ലാതെ ബുദ്ധിമുട്ടുന്നുമുണ്ടായിരുന്നു. ഒരു സാധാരണ വാരാന്ത്യം എങ്ങനെയാണ് മണിക്കൂറുകൾക്കുള്ളിൽ ഇത്രയും വലിയൊരു മെഡിക്കൽ എമർജൻസിയായി മാറിയത് എന്നത് ശരിക്കും ഭയപ്പെടുത്തുന്നതാണ്. ആ ഒരു സമയക്രമം, ആ ടൈം ലൈനാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. വെറും മണിക്കൂറുകൾക്കുള്ളിലാണ് ഒരു വ്യക്തിയുടെ സിസ്റ്റം മുഴുവനായി ക്രാഷാകുന്നത്. അവരുടെ 60 വയസ്സുകാരനായ ഭർത്താവ് ക്യാം സംഗ അപ്പോൾ അനുഭവിച്ചൊരു ട്രോമ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. വെറും 24 മണിക്കൂറിനുള്ളിൽ ഒരാൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് കേൾക്കുന്ന ആർക്കും വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. വളരെ പെട്ടെന്നാണ് ആ രോഗം അവരുടെ ശരീരത്തെ കീഴടക്കിയത്. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും കൗതുകകരമാകുന്നത്. ഭയാനകമായ കൗതുകമെന്ന് പറയാം. അതെ, ഈ ഭയാനകമായ അവസ്ഥയ്ക്ക് കാരണം എന്താണെന്ന് ഡോക്ടർമാർ കണ്ടെത്തിയപ്പോഴാണ് എല്ലാവരും ശരിക്കും ഞെട്ടിയത്. അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന വളരെ ചെറിയൊരു മുറിവിൽ ആ വളർത്തുനായ നക്കിയതാണ് ഈ വലിയ ദുരന്തത്തിന് തുടക്കമിട്ടതെന്ന് ഡോക്ടർമാർ വിശ്വസിക്കുന്നു. അതൊരു വലിയ തിരിച്ചറിവായിരുന്നു. ഒരു മിനിറ്റ്, എനിക്കിവിടെ വലിയൊരു സംശയമുണ്ട്. നമ്മളിൽ പലർക്കും നായ്ക്കളുണ്ട്. അവ എപ്പോഴും നമ്മളെ നക്കാറുമുണ്ട്. ഈ പറയുന്ന ബാക്ടീരിയകളൊക്കെ അവയുടെ വായിൽ എപ്പോഴും ഉള്ളതല്ലേ? അതെ, തീർച്ചയായും ഉണ്ട്. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് നായ വളർത്തുന്ന എല്ലാവർക്കും ഈ അവസ്ഥ വരാത്തത്? അത് വളരെ കൃത്യമായൊരു ചോദ്യമാണ്. സാധാരണയായി നായ്ക്കളുടെയും പൂച്ചകളുടെയും ഒക്കെ വായിൽ കാണപ്പെടുന്ന ഒരു ബാക്ടീരിയയാണ് കാപ്നോസൈറ്റോഫാഗ. കാപ്നോസൈറ്റോഫാഗ, ഓക്കെ. മൃഗങ്ങളുടെ വായിൽ ഇതൊരു സാധാരണ മൈക്രോബ് മാത്രമാണ്. അവയ്ക്ക് ഇതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. ഒരു നായ നമ്മളെ നക്കുമ്പോൾ ഈ ബാക്ടീരിയ നമ്മുടെ തൊലിപ്പുറത്ത് മാത്രമാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെയും വലിയ പ്രശ്നങ്ങളില്ല. തൊലി ഒരു സംരക്ഷണ കവചമായി നിൽക്കുമല്ലേ? അതെ, കൃത്യം. എന്നാൽ മഞ്ജിത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചത് അതല്ല. അവരുടെ ശരീരത്തിൽ ഒരു ചെറിയ മുറിവുണ്ടായിരുന്നു. ആ മുറിവിലൂടെ ഈ ബാക്ടീരിയ നേരിട്ട് അവരുടെ രക്തത്തിലേക്ക്, അതായത് ബ്ലഡ് സ്ട്രീമിലേക്ക് പ്രവേശിച്ചു. ഓ, അവിടെയാണ് പ്രശ്നം തുടങ്ങിയത്. അതെ, രക്തത്തിൽ ഈ ബാക്ടീരിയ കലരുമ്പോഴാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത്. ഇത് നേരിട്ട് ചെന്നെത്തുന്നത് സെപ്സിസ് എന്ന് വിളിക്കുന്ന വളരെ ഭയാനകമായ ഒരു മെഡിക്കൽ അവസ്ഥയിലേക്കാണ്. വലിയ ചിത്രവുമായി ഇതിനെ ബന്ധിപ്പിച്ചാൽ ഇതൊരു വലിയ പ്രശ്നമാണ്. സെപ്സിസിനെ കുറിച്ച് കേൾക്കുമ്പോൾ പലർക്കും ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണോ എന്ന് സംശയം വരും. സ്വന്തം പ്രതിരോധ വ്യവസ്ഥ തന്നെ ശരീരത്തെ ആക്രമിക്കുന്ന അവസ്ഥയാണല്ലോ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ. സെപ്സിസും അങ്ങനെ തന്നെയാണോ? ഇല്ല, അവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. സെപ്സിസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമല്ല കേട്ടോ. അങ്ങനെയല്ലേ? അല്ല, അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളിൽ യാതൊരു അണുബാധയും ഇല്ലാതെ തന്നെ ശരീരം സ്വന്തം കോശങ്ങളെ ശത്രുവായി കണ്ട് ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ സെപ്സിസ് അങ്ങനെയല്ല. പിന്നെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ശരീരത്തിൽ കടന്നുകൂടിയ ഒരു യഥാർത്ഥ ശത്രുവിനെ, അതായത് ഈ ബാക്ടീരിയയെ നശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ പ്രതിരോധ വ്യവസ്ഥ അഥവാ ഇമ്മ്യൂൺ സിസ്റ്റം ഓവർ റിയാക്ട് ചെയ്യുന്നതാണ് സെപ്സിസ്. അമിതമായി പ്രതികരിക്കുന്നു. അതെ, ലളിതമായി പറഞ്ഞാൽ ഒരു ചെറിയ ശത്രുവിനെ നശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ പ്രതിരോധ വ്യവസ്ഥ ഒരു വലിയ ബോംബ് പൊട്ടിക്കുന്നതിന് തുല്യമാണത്. ആ സ്ഫോടനത്തിൽ ശത്രു നശിക്കും, പക്ഷേ കൂടെ നമ്മുടെ സ്വന്തം അവയവങ്ങളും തകരും. ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ് ശരീരത്തിൽ പടരുന്നത്.
അതെനിക്ക് പുതിയൊരറിവാണ്. അതായത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഇമ്മ്യൂൺ സിസ്റ്റം നടത്തുന്ന അമിതമായ ഒരു പോരാട്ടം ഒടുവിൽ നമ്മളെ തന്നെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അതാണ് സെപ്സിസിന്റെ ഏറ്റവും വലിയ അപകടം. ഈ സെപ്സിസ് ശരീരത്തിൽ പടരുമ്പോൾ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ഈ പറയുന്ന ചെയിൻ റിയാക്ഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ശരീരത്തിൽ സെപ്സിസ് പടർന്നു തുടങ്ങുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് രക്തക്കുഴലുകൾ വല്ലാതെ വികസിക്കുമെന്നതാണ്. ഇതിനെ വാസോഡൈലേഷൻ എന്ന് പറയും. ഓക്കെ. താഴേക്ക് പോകും. പ്രഷർ കുറയുമ്പോൾ ഹൃദയത്തിനും തലച്ചോറിനുമൊന്നും ആവശ്യത്തിന് രക്തം കിട്ടാത്ത അവസ്ഥ വരും. അപ്പോൾ ശരീരം അതിജീവിക്കാൻ ശ്രമിക്കുമല്ലേ? തീർച്ചയായും. അപ്പോൾ ശരീരം വളരെ ബുദ്ധിപൂർവം എന്നാൽ ക്രൂരമായ ഒരു തീരുമാനമെടുക്കും. നമ്മുടെ കൈകളിലേക്കും കാലുകളിലേക്കുമുള്ള രക്തയോട്ടം പരമാവധി കുറച്ചിട്ട് ആ രക്തം മുഴുവൻ ഹൃദയം, തലച്ചോറ്, ശ്വാസകോശം തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. ഓ, അപ്പോൾ അതുകൊണ്ടാണ് തിങ്കളാഴ്ച രാവിലെ മഞ്ജിത്തിനെ കണ്ടെത്തുമ്പോൾ അവരുടെ പാദങ്ങൾ തണുത്തുറങ്ങിയിരുന്നതും ചുണ്ടുകൾ നീലനിറമായിരുന്നതും, അല്ലേ? കൃത്യമായി പറഞ്ഞു. അതാണ് അവിടെ സംഭവിച്ചത്. ശരീരം അതിനോടകം കൈകാലുകളിലേക്കുള്ള രക്തയോട്ടം നിർത്തി അവയെ ഉപേക്ഷിക്കാൻ തുടങ്ങിയിരുന്നു. അതെ, രക്തയോട്ടം നിലയ്ക്കുമ്പോൾ ആ ഭാഗങ്ങളിലെ കോശങ്ങൾ മരിക്കാൻ തുടങ്ങും. ഇതിനെ നെക്രോസിസ് എന്നാണ് മെഡിക്കൽ ഭാഷയിൽ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. ഈ അവസ്ഥ എത്രത്തോളം തീവ്രമാണെന്ന് മനസ്സിലാക്കാൻ UK സെപ്സിസ് ട്രസ്റ്റിന്റെ ഒരു ഔദ്യോഗിക കണക്ക് നോക്കിയാൽ മതി. UK-യിൽ മാത്രം ഓരോ വർഷവും സെപ്സിസ് മൂലം ഏകദേശം 50,000 മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. 50,000? അതൊരു ചെറിയ സംഖ്യയല്ല. അതെ, ഈ കണക്കുകൾ ശരിക്കും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. നിസ്സാരമെന്ന് നമ്മൾ കരുതുന്നൊരു അണുബാധ എത്ര വേഗത്തിലാണ് ഒരു വ്യക്തിയുടെ ജീവനെടുക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നത് എന്നിത് വ്യക്തമാക്കുന്നു. അപ്പോൾ മഞ്ജിത്തിന്റെ കാര്യത്തിൽ ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം എന്തൊക്കെയാകും സംഭവിച്ചിട്ടുണ്ടാകുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. വലിയൊരു പോരാട്ടം തന്നെയായിരുന്നു അത്. വോൾവർഹാംപ്റ്റണിലെ ന്യൂ ക്രോസ് ഹോസ്പിറ്റലിലെ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ അവർ അനുഭവിച്ച ദുരവസ്ഥ വിവരണാതീതമാണ്. നമ്മൾ പരിശോധിച്ച ആ ലേഖനത്തിലെ വിവരങ്ങൾ പ്രകാരം ആ ആശുപത്രിവാസത്തിനിടയിൽ അവരുടെ ഹൃദയമിടിപ്പ് 6 തവണയാണ് നിലച്ചുപോയത്. 6 തവണ? അതെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. 6 തവണ CPR നൽകി അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടി വന്നു. ഡോക്ടർമാർ പോലും അവർ മരിച്ചുപോകുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നൊരവസ്ഥയായിരുന്നു അത്. വെറും ഹൃദയസ്തംഭനം മാത്രമല്ല അവർക്കവിടെ നേരിടേണ്ടി വന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ബോംബ് സ്ഫോടനം പോലെ സെപ്സിസ് അവരുടെ ശരീരത്തിൽ പടർന്നതോടെ അവയവങ്ങൾ ഓരോന്നായി പ്രവർത്തനരഹിതമാകാൻ തുടങ്ങി. സിസ്റ്റംസ് ഫെയിലാവാൻ തുടങ്ങി. അതെ, ഈ അണുബാധയുടെ തീവ്രത കാരണം അവരുടെ പ്ലീഹ അഥവാ സ്പ്ലീൻ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യേണ്ടി വന്നു. നമ്മുടെ രക്തം ഫിൽട്ടർ ചെയ്യാനും ഇൻഫെക്ഷനുകളെ തടയാനും സഹായിക്കുന്നൊരു പ്രധാന അവയവമാണ് പ്ലീഹ. അതിനെ ബാക്ടീരിയ കീഴടക്കിയപ്പോൾ ഡോക്ടർമാർക്കത് എടുത്തു കളയുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലായിരുന്നു. പോരാത്തതിന് ഒരേ സമയം ന്യൂമോണിയയുമായും അതുപോലെ തന്നെ പിത്താശയക്കല്ലുകളുമായും അതായത് ഗാൾസ്റ്റോൺസുമായും അവർക്ക് പോരാടേണ്ടി വന്നു. ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം പൂർണ്ണമായി തകർന്ന ഒരു അവസ്ഥയിൽ ഇത്രയധികം സങ്കീർണമായ അസുഖങ്ങളെ ഒരുമിച്ച് നേരിടുക എന്നത് ചെറിയ കാര്യമല്ല. മെഡിക്കൽ സയൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണത്. ഒടുവിൽ ആ ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാർക്ക് മുന്നിൽ ആ ക്രൂരമായ ഒരേ ഒരു വഴി മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. സെപ്സിസ് ബാധിച്ച് കോശങ്ങൾ മരിച്ചുപോയ ആ ശരീരഭാഗങ്ങൾ മുറിച്ചുമാറ്റുക എന്നത്. അതെ, വളരെ വേദനിപ്പിക്കുന്നൊരു തീരുമാനം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ നെക്രോസിസ് എന്ന അവസ്ഥ കാരണം അവരുടെ കൈകാലുകൾ പൂർണ്ണമായും ഉപയോഗശൂന്യമായി മാറിയിരുന്നു. അങ്ങനെയാണ് അവരുടെ 2 കാലുകളും കാൽമുട്ടിന് താഴെ വെച്ചും അതുപോലെ തന്നെ 2 കൈകളും മുറിച്ചുമാറ്റേണ്ടി വന്നത്. ഒരു ക്വാഡ്രപ്പിൾ ആംപ്യൂട്ടേഷൻ. അത് ഭയാനകമാണ്. ജീവൻ തിരികെ കിട്ടിയെങ്കിലും അവരുടെ 4 അവയവങ്ങളും അവർക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിന്റെ എല്ലാം അർത്ഥമെന്താണ്? അത് കേൾക്കുമ്പോൾ തന്നെ ഒരു മരവിപ്പാണ് നമുക്ക് തോന്നുന്നത്. ആധുനിക വൈദ്യശാസ്ത്രം 6 തവണ ഹൃദയം നിലച്ചിട്ടും അവരുടെ ജീവൻ രക്ഷിച്ചു എന്നത് ശരിയാണ്. പക്ഷേ അതിനായി ആ സ്ത്രീക്ക് നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. ശരിയാണ്. ഇത് ശാരീരികമായ ഒരു നഷ്ടം മാത്രമല്ല, വലിയൊരു മാനസിക ട്രൗമ കൂടിയാണ്. തീർച്ചയായും. ഇത്രയും വലിയൊരു മെഡിക്കൽ ട്രോമ കഴിഞ്ഞ് ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ വർഷം ജൂലൈ മാസം മുതൽ ആശുപത്രിയിലായിരുന്ന അവർ നീണ്ട 32 ആഴ്ചകളിലെ ആശുപത്രിവാസത്തിന് ശേഷം ബർമിംഗ്ഹാമിലെ മോസ്ലി ഹാൾ ഹോസ്പിറ്റലിൽ നിന്ന് ഈ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഡിസ്ചാർജ് ചെയ്യപ്പെട്ടത്. 32 ആഴ്ചകൾ. അതെ,
അതായത് ഏകദേശം 8 മാസത്തോളം നീണ്ട സമാനതകളില്ലാത്ത ഒരു ഹോസ്പിറ്റൽ ജീവിതത്തിന് ശേഷമാണ് അവർ തിരികെ വീട്ടിലേക്ക് പോകുന്നത്. അവർ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന സമയത്ത് BBC-ക്ക് നൽകിയൊരു ഇന്റർവ്യൂ ഉണ്ട്. അതിലവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ്. എന്തായിരുന്നു അവർ പറഞ്ഞത്? വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്റെ കൈകാലുകൾ നഷ്ടപ്പെട്ടു എന്ന സത്യം ഉൾക്കൊള്ളാൻ തനിക്കിപ്പോഴും പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. അത് വിവരിക്കാൻ വാക്കുകളില്ല എന്നും ഇതൊരു ചെറിയ കാര്യമല്ല, ആരും ഇതിനെ നിസ്സാരമായി കാണരുത് എന്നും അവർ കൂട്ടിച്ചേർത്തു. അത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. സ്വന്തം ജീവിതത്തിലുണ്ടായ ഈ വലിയ മാറ്റം അവർ എത്രത്തോളം വേദനയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് ആ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ സ്വന്തം കൈകാലുകൾ ഇല്ല എന്ന് തിരിച്ചറിയുന്നൊരവസ്ഥ, അത് ഉൾക്കൊള്ളാൻ ഏതൊരു മനുഷ്യനും സമയമെടുക്കും. അത് വളരെ ശരിയാണ്. പക്ഷേ ഈ വലിയ പോരാട്ടത്തിൽ അവർ തനിച്ചായിരുന്നില്ല എന്നത് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ്. അവരുടെ കുടുംബം, പ്രത്യേകിച്ച് അവരുടെ ഭർത്താവ്, അവർക്ക് നൽകിയ പിന്തുണ ഒരു വലിയ കാര്യമാണ്. അതേക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ക്യാം സംഖ്യയെക്കുറിച്ച് വീണ്ടും സംസാരിക്കേണ്ടി വരും. അദ്ദേഹം സ്ക്രൂഫിക്സ് എന്ന സ്ഥാപനത്തിലെ ഡിസ്ട്രിബ്യൂഷൻ ജീവനക്കാരനാണ്. അതെ. തന്റെ ഭാര്യയെ പരിചരിക്കാൻ വേണ്ടി കഴിഞ്ഞ 7 മാസമായി അദ്ദേഹം ജോലിയിൽ നിന്ന് അവധിയിലായിരുന്നു. തന്റെ മുഴുവൻ സമയവും അദ്ദേഹം ഭാര്യയ്ക്കു വേണ്ടി ആ ആശുപത്രി മുറിയിൽ മാറ്റിവെച്ചു. വലിയൊരു ത്യാഗമാണത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ വലിയ പ്രതിസന്ധികൾക്കിടയിലും അവർ തങ്ങളുടെ 37ാം വിവാഹവാർഷികം ആഘോഷിച്ചത് ആ ഹോസ്പിറ്റലിൽ വെച്ചാണ് എന്നതാണ്. ആ ഒരു സമയത്ത് കാംസംഗ് തന്റെ ഭാര്യയുടെ ഇച്ഛാശക്തിയെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. അവൾ അനുഭവിച്ച കാര്യങ്ങളിലൂടെ ഓരോ ദിവസവും ഞങ്ങളെ തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. അതായത് 6 തവണ ഹൃദയം നിലച്ചപ്പോഴും ഡോക്ടർമാർ പ്രതീക്ഷ കൈവിട്ടപ്പോഴും അവൾ അവിശ്വസനീയമായ ധൈര്യത്തോടെ തിരിച്ചു വന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതല്ലേ? കൃത്യമായിട്ടും അതുതന്നെയാണ്. എന്തൊരു പ്രചോദനാത്മകമായ ഒരു ബന്ധമാണത്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവർ തളർന്നിരിക്കാൻ തയ്യാറല്ല എന്നതാണ് ഈ കഥയിലെ ഏറ്റവും വലിയ പോസിറ്റീവ് വശം. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിനായി അവർ തയ്യാറെടുക്കുകയാണ്. അവർ പുതിയ ലക്ഷ്യങ്ങൾ കണ്ടെത്തുകയാണ്. നോലനമായ കൃത്രിമ അവയവങ്ങൾ, അതായത് അഡ്വാൻസ്ഡ് ബയോണിക് പ്രോസ്തെറ്റിക്സ് വാങ്ങുന്നതിനും ഒപ്പം സെപ്സിസ് എന്ന ഈ ഭീകരാവസ്ഥയെക്കുറിച്ച് ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുന്നതിനുമായി അവർ ഇപ്പോൾ ഫണ്ട് ശേഖരിക്കുകയാണ്. ഈ പ്രോസ്തെറ്റിക്സുകൾക്ക് വളരെ വലിയ തുക വേണ്ടിവരും. അതെ. അതിനായി GoFundMe എന്ന പ്ലാറ്റ്ഫോം വഴിയും ഭർത്താവിന്റെ ജോലിസ്ഥലമായ സ്ക്രൂഫിക്സ് വഴിയുമായി ഇതിനോടകം തന്നെ 27,000 പൗണ്ടിലധികം, അതായത് ഏകദേശം 27,000-ത്തിലധികം ബ്രിട്ടീഷ് പൗണ്ട് അവർ സമാഹരിച്ചു കഴിഞ്ഞു. ആ തീരുമാനം വളരെ മഹത്വരമാണ്. തനിക്ക് സംഭവിച്ച ഈ ദുരന്തം ഇനി ഒരാൾക്കുമുണ്ടാകരുത് എന്ന നിർബന്ധം അവർക്കുണ്ട്. സ്വന്തം വേദനകൾക്കിടയിലും സമൂഹത്തിൽ സെപ്സിസിനെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതവരുടെ വലിയ മനസ്സിനെയാണ് കാണിക്കുന്നത്. നമ്മൾ ഈ വിഷയത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുമ്പോൾ മുൻ ഫാർമസി ജീവനക്കാരി കൂടിയായിരുന്ന മഞ്ജിത്തിന്റെ ആ കിടിലൻ വാക്കുകൾ കൂടി നിങ്ങൾ കേൾക്കണം. അവർ പറഞ്ഞതിങ്ങനെയാണ്: ഞാൻ എന്റെ കസേരയിലും കിടക്കയിലും മതിയാവോളം ഇരുന്നു കഴിഞ്ഞു. ഇനി എനിക്ക് നടക്കാനുള്ള സമയമാണ്. വാവ്! വീണ്ടും നടക്കണം, തിരികെ ജോലിക്ക് പോകണം എന്ന അവരുടെ ആ നിശ്ചയദാർഢ്യം ശരിക്കും നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നതാണ്. മനുഷ്യന്റെ അതിജീവനശേഷി എത്രത്തോളം കരുത്തുറ്റതാണെന്ന് ആ വാക്കുകൾ തെളിയിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ചെറിയ പ്രശ്നങ്ങൾക്ക് മുന്നിൽ തളർന്നു പോകുമ്പോൾ 4 അവയവങ്ങൾ നഷ്ടപ്പെട്ടിട്ടും മുന്നോട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന അവരുടെ ആ സ്പിരിറ്റ് വലിയൊരു പാഠമാണ്. ഈ പൂർണ്ണമായ അന്വേഷണത്തിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കി. മനുഷ്യ ശരീരം എത്രത്തോളം ദുർബലമാണെന്നും എന്നാൽ മനുഷ്യന്റെ മനസ്സ് എത്രത്തോളം ശക്തമാണെന്നും ഈ ഒരൊറ്റ സംഭവം നമുക്ക് കാണിച്ചു തരുന്നു. അതെ. കേവലം ഒരു വാരാന്ത്യത്തിൽ തുടങ്ങിയ ചെറിയൊരു പ്രശ്നം ഒരാളുടെ ജീവിതം പൂർണ്ണമായി മാറ്റിമറിച്ചു. എന്നാൽ മറുവശത്ത് ഒരിക്കലും തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു സ്ത്രീയുടെ അതിജീവനവും നമ്മൾ കണ്ടു. ഈ ഒരു ചർച്ച നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഇതിലൊരു വലിയ ചോദ്യം കൂടി ഒളിച്ചിരിപ്പുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട്. എന്താണത്? നമ്മളിന്ന് സംസാരിച്ച ഈ കാര്യങ്ങൾക്കപ്പുറം നിങ്ങൾ സ്വയം ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. ഒരു സാധാരണ വളർത്തുനായുടെ കേവലം ഒരു നക്കൽ, ഒരു ചെറിയ മുറിവിലൂടെ മനുഷ്യ ശരീരത്തിൽ ഇത്രയും വലിയൊരു പ്രതിരോധ പ്രതികരണത്തിന്, സെപ്സിസ് പോലൊരു മഹാവിപത്തിന് കാരണമാകുമെങ്കിൽ നമ്മുടെ വീടുകളിലെ വളർത്തുമൃഗങ്ങളുടെ സൂക്ഷ്മാണുക്കളും അഥവാ മൈക്രോബയോമുകളും മനുഷ്യന്റെ പ്രതിരോധ വ്യവസ്ഥയും തമ്മിലുള്ള സങ്കീർണമായ ബന്ധത്തെക്കുറിച്ച് നാം ഇനിയും എത്രത്തോളം മനസ്സിലാക്കാൻ ബാക്കിയുണ്ട്. അതൊരു വലിയ ചിന്തയാണ്. നമ്മൾ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന നമ്മുടെ വീടുകൾക്കുള്ളിലെ
നമുക്ക് ചുറ്റും നടക്കുന്ന അദൃശ്യമായ ഇത്തരം ജീവശാസ്ത്രപരമായ പ്രക്രിയകളെക്കുറിച്ച് നമ്മളിനിയും എന്തൊക്കെ പുതിയ കാര്യങ്ങൾ പഠിക്കാനിരിക്കുന്നു? ഈയൊരു കോണിലൂടെ കൂടി നിങ്ങളിതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. വളരെ കൃത്യമായൊരു പോയിന്റാണത്. നമുക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചും നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന കാര്യങ്ങൾക്ക് പിന്നിലെ വലിയ സയൻസിനെക്കുറിച്ചും ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാനുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇത്തരം പുതിയ അറിവുകളും ചിന്തകളുമായി വീണ്ടും നമ്മൾ ഒത്തുചേരും. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. അതുവരേക്കും ഈ പുതിയ വിവരങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറച്ചുകൂടി ശാസ്ത്രീയമായൊരു വീക്ഷണത്തോടെ നോക്കിക്കാണാൻ ശ്രമിക്കുക. ഞങ്ങളോടൊപ്പം ഈ അന്വേഷണത്തിൽ പങ്കുചേർന്നതിന് വലിയ നന്ദി.